ഇപ്പൊ മലയാള സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതെ അതെ, നമുക്കെല്ലാം സിനിമ അല്ലെങ്കിൽ മീഡിയ സ്നേഹിക്കുന്നത് എന്താ അറിയില്ല. ഇപ്പൊ ഇതൊക്കെ ഈ ഒരു കഴിഞ്ഞ എനിക്ക് തോന്നുന്നത് ഒരു 10-15 കൊല്ലം കൊണ്ടുള്ള സംഭവങ്ങളുടെയാണ്. അല്ലാതെ ഇങ്ങനെയൊക്കെയുള്ളൊരു ബഹളങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. കാരണം ഇത്ര കൊച്ചു പിള്ളേർ ശരിക്കും അവർക്കുണ്ടായ ഒരു ദുരനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലുണ്ടാവുന്ന വേദനയുണ്ടല്ലോ. അതുകൊണ്ട് അവർ പറഞ്ഞതായിരിക്കും. തീർച്ചയായിട്ടും അത് അന്വേഷിക്കണം, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും അന്വേഷിക്കണം ഞാൻ പറയുന്നത്. പക്ഷേ ഇതിനകത്ത് വേറൊരു വശം കൂടെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഇനി ആരെങ്കിലും കുറച്ച് ഇപ്പം തന്നെ ഇന്നലെ ഒരു നടൻ്റെ പേര് ഇന്നവർ മാറ്റി പറഞ്ഞു തെറ്റിപ്പോയി. അപ്പം അങ്ങനെ തെറ്റുകൾ അവർക്കും സംഭവിച്ചു എന്നുള്ളത് പരിശോധിക്കണം. കാരണം ഇല്ലെങ്കിൽ പോകുന്ന ഒരു കുടുംബമായിരിക്കും അല്ലേ, ഒരു മനുഷ്യൻ്റെ ഭാര്യ, കുട്ടികൾ എന്നൊക്കെ പറയുന്നത്. അയ്യോ, അവരുടെയൊക്കെ ഒരു സമാധാന ജീവിതം ഇല്ലാതാക്കാൻ ഒരു നാക്ക് വളച്ചൊന്ന് പറഞ്ഞാൽ മതി. അപ്പം അതുകൊണ്ട് എനിക്ക് പക്ഷേ വിഷമമുണ്ട് ഇതെന്താണ് ഇങ്ങനെയൊക്കെ. പിന്നെ കുറച്ച് എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മളൊരു മീറ്റിങ്ങിന് പോകുമ്പം അത് അമ്മയാവട്ടെ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സംഘടനയാവട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാംസ്കാരിക സംഘടനകളാകട്ടെ, നമ്മുടെ പെരുമാറ്റത്തിലും വർത്തമാനത്തിലുമൊക്കെ നമ്മുടേതായ ഒരു മാന്യത, സഭ്യത, ഭാഷയ്ക്കുള്ള ഒരു സ്വാധീന ശക്തി, ഇതൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാനും കൂടെ ശ്രദ്ധിക്കുക. ഞാൻ അതാ പറയുന്നത്. അല്ലാതെ ചുമ്മാ കയറി ഇരുന്നുകൊണ്ട് കണകുണാന്ന് വല്ലതൊക്കെ മൈക്കി പറഞ്ഞാലൊന്നും ശരിയല്ല. ഇന്നിപ്പോൾ ഏതോ ഒരു നടി പറയുന്നതായിട്ട് പൃഥ്വിരാജ് പ്രസിഡന്റ് ആവട്ടെ. അയ്യോ വേണ്ട, ഇത്ര കുറേ കാലമായിട്ട് അവർ ഇതുമായിട്ടൊക്കെ സഹകരിക്കുന്ന ഒരാളാണ്. ഇതുവരെ തോന്നാത്ത ഒരു സ്നേഹം, ഞാൻ കുറ്റം പറയല്ല, പെട്ടെന്ന് തോന്നാനായിട്ട് പൃഥ്വിരാജ് അവൻ്റെ ജോലി ചെയ്ത് അങ്ങ് ജീവിച്ചോട്ടെ. ഒരുപാട് വലിയ നടന്മാർ നമ്മളൊക്കെ ബഹുമാനിക്കുന്നവർ ഇതിനകത്തുണ്ട്. അവർ ഭരിക്കട്ടെ, നല്ല രീതിയിൽ കൊണ്ടുപോട്ടെ. ഇതിനകത്ത് തലപ്പത്തിരിക്കുന്നവരൊന്നും പലതും അറിഞ്ഞിട്ടില്ല എന്നുള്ളത് വേറൊരു സത്യമാണ്. കാരണം ഇതിനകത്ത് ഇപ്പോൾ ഒരു ഇലക്ഷൻ വന്നാലും ഒക്കെ ഒരുപാട് ചില ചില്ലറ തെറ്റുകളൊക്കെ എല്ലാവർക്കും പറ്റിയിട്ടുണ്ട്. ഞാനത് ഇതിന് മുമ്പ് പറഞ്ഞല്ലോ, പരസ്യമായിട്ടൊരു ഇൻ്റർവ്യൂവിൽ ഞാനാണ് ഒഫീഷ്യൽ കാൻഡിഡേറ്റ്, അത് എനിക്ക് വോട്ട് ചെയ്യണം, മറ്റവരെ അങ്ങനെ ഒഫീഷ്യലും അൺഒഫീഷ്യലും ഉണ്ടോ? അതെന്തൊരു വർത്തമാനം അത്. ഒരു ഇലക്ഷൻ വരുമ്പോൾ നമ്മൾ 10 പേരുന്നാൽ 10 പേരും നമ്മുടെ ആ ഇലക്ഷൻ നിൽക്കുന്ന സ്ഥാനാർത്ഥികളാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയിലുണ്ട്, ഞാനാണ് എൻ്റെ മുഖ്യമന്ത്രിയുടെ കാൻഡിഡേറ്റ് കേട്ടോ, മറ്റേതൊക്കെ ചുമ്മാ വഴിയെ പോയി അങ്ങനെ ആരെങ്കിലും പറയുമോ? ഒരിക്കലും പറയത്തില്ല, ഒരു പാർട്ടിക്കാരും പറയത്തില്ല, അങ്ങനെ ആരും വോട്ട് ചെയ്യാനും പോകത്തില്ല. നമ്മളിപ്പോൾ രാഷ്ട്രീയമായാലും സിനിമയായാലും മറ്റെവിടെ ആയാലും ഓരോരുത്തരുടെ കഴിവും മിടുക്കും നോക്കി വോട്ട് ചെയ്താൽ കുഴപ്പമില്ല. ഈ അല്ലാതെയൊക്കെ വളരെ വഴി കൂടെ ഒക്കെ കയറി വരുമ്പം ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് തെറ്റുകൾ ചെയ്തിട്ട് മാത്രമല്ല, അവരുടെ സംസാര രീതിയിൽ മാറിയാലും പറയാം തെറ്റാണ്, നിങ്ങൾ മോശമാണ്, ഈ ഭാഷ എന്നോട് മേലാൽ ഉപയോഗിക്കരുത്, അങ്ങനെയൊക്കെ സംഭവിച്ച കുഴപ്പങ്ങളാണ് ഇതിൽ കൂടുതലും. പിന്നെ ചുരുക്കം ചില പേർക്ക് ഇപ്പോഴത്തെ ഈ പുതിയ തലമുറക്കാർക്ക് ഉണ്ടായിട്ടുണ്ടാവുക. അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും ഒരു പെൺകുട്ടികൾ അങ്ങനെ വേദനയോടുകൂടി പറയില്ലല്ലോ, അവർക്കും ഒരു അഭിമാനമില്ലേ, ചുമ്മാ അങ്ങ് പറയുമോ? അതില്ല. അപ്പം അതുണ്ടായിട്ടുണ്ടെങ്കിൽ അത് സർക്കാർ അത് കണ്ടുപിടിക്കണം, സംഘടന തീരുമാനിക്കണം അവരെന്ത് ചെയ്യണം. അത് തീർച്ചയായിട്ടും അതിനല്ലേ ഈ സംഘടന എന്നൊക്കെ പറയുന്നത് തന്നെ. ഇവരെന്തിനാ